സമ്പത്ത് കൂടാൻ വേണ്ടി സ്വലാത്തിൽ നിന്നവരുണ്ട്. സമ്പത്ത് കൂടും സ്വലാത്തില്ല, കടം വീടും സ്വലാത്തില്ല. അപ്പൊ ഒരു സ്വലാത്ത് എന്തിനാണ്? കടം വീടാനാണ്. ഒരു സ്വലാത്ത് എന്തിനാണ്? രോഗം മാറാനാണ്. ഒരു സ്വലാത്ത് എന്തിനാണ്? ഒരു സ്വലാത്ത് എന്തിനാണ്? ഒരു സ്വലാത്ത് പിന്നെ ധനം കൂടാനാണ്. ഒരു സ്വലാത്ത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാനാണ്. ഇവിടുത്തെ സ്വലാത്ത് എന്തിനാ? ഇത്രയും അത് വലിയ സ്വലാത്താണ്. ഈ സ്വലാത്തിന്റെ ലാഭമാണ് നബിയെ അറിയാൻ നീ ഞങ്ങൾക്ക് അറിയിച്ചിരണം. അതായത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഐനി റഹ്മത്തി റബ്ബാനിയ, റബ്ബാനിയായ അനുഗ്രഹത്തിന്റെ ഐനാണ് മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, അല്ലാഹുവിന് നീ സ്വലാത്തും സലാമും നൽകി അലാ ഐനി റഹ്മത്തി റബ്ബാനിയ, റബ്ബാനിയായ അനുഗ്രഹത്തിന്റെ ഐനിന്റെ മേൽ. ഐന് അതന്നെ, അതാണ് അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ മേൽ. അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവുന്നല്ല, അതാണ് അനുഗ്രഹം. ഈ സ്വലാത്ത് നീ കൊടുക്കുക ആർക്ക്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഐനി റഹ്മത്തി റബ്ബാനിയ, റബ്ബാനിയായ അനുഗ്രഹത്തിന്റെ ഐന്. ഐന് പറഞ്ഞാൽ അതന്നെ, അത് തന്നെ. ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി ഐന്. ഇപ്പൊ ഉപകാരങ്ങളുടെ ഒരു ഐനാണ് നോട്ട്. ആ നോട്ടുണ്ടെങ്കിൽ കിട്ടാത്ത ഉപകാരമില്ല. സർക്കാർ പിൻവലിക്കാത്ത നോട്ടിനെ സംബന്ധിച്ച് അത് ഐനാണ്, ഉപകാരങ്ങളുടെ ഐനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒക്കെ കിട്ടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഭക്ഷണം വേണോ? വസ്ത്രം വേണോ? ടെക്നോളജി വേണോ? നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണം? എന്താവണം? എന്തോ. അപ്പൊ ഈ പണവും സൗകര്യം ഒന്നും കിട്ടാനല്ല ഈ സ്വലാത്തിന്റെ അവസാന ഭാഗം. എന്താണ്? സ്വലാത്തൻ. ഈ സ്വലാത്ത് ഞങ്ങൾ ചെല്ലുന്നത് ദീർഘമായ സ്വലാത്തിന്റെ ലാഭമാണ്. നബിയെ ഞങ്ങൾക്ക് അറിയിച്ചു തരണം. ചിലർക്ക് ചിലർക്ക് ഇത്ര ചെല്ലിയ മതിയോ? ഓനെ മറികടക്കും. എന്തേ? അവനെ ഹഖീഖത്ത് അറിയും. ചില നേരം വിളിക്കുന്നവരെ തഹജ്ജുദ്, ചില നേരം വിളിക്കുന്നവരെ സുബഹിന്റെ ബാങ്ക് കൊടുത്ത് നോക്കുന്നവരെ കടന്നുറങ്ങും. അവൻ നേടിന്റെ 1% നേരം വിളിക്കുന്നവരെ തഹജ്ജുദ് ചിലപ്പോൾ നേടൂല. എന്തേ? മറ്റവനും മറുമറിയും, ഇവനും മറുമറിയില്ല. അതാണ് പ്രശ്നം. ആ മർമ്മണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇതിന് ഓരോ മർമ്മങ്ങളുണ്ട്. ആ നേരെ വിളിക്കുന്നവര് ഒന്ന് ഉറങ്ങിയ തന്നെ താജ് നിസ്കരിക്കന്നെ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. താജ് നിസ്കരിക്കണമാണല്ലോ. എന്ത് ഉറങ്ങ? അതിനു വേണ്ടിയാണ് മുസല്ലി. എന്നാൽ അനോമോ ഞാനിതാ അനാമോ ഞാനിതാ ഉറങ്ങാണ്. എന്ത് വേണ്ടി? മുസല്ലി താജ് നിസ്കരിക്കാൻ വേണ്ടി ഉറങ്ങുമെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നത്. എന്നിട്ടോ നേരം വെക്കുന്നവരെ താജ് നിസ്കരിച്ചു. വേറൊരുത്തൻ താജുദേ നിസ്കരിച്ചില്ല. നട്ടപ്പാതിരൊക്കെ എണീറ്റ് ഒതു കൊടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ചു, അത്ര തന്നെ. ചിലപ്പോൾ അവൻ നേടുന്ന നേട്ടം വളരെ വലിയ നേട്ടമായിരിക്കും. എന്തേ? അവന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഈ ആരാധനകളുടെയൊക്കെ രഹസ്യം അവൻ ഉൾക്കൊണ്ടു. മറ്റവൻ ആരാധനകളുടെ രഹസ്യം ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ ഈ രഹസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ എത്ര കഠിനാധ്വാനം ചെയ്താലും അതവന് നഷ്ടമില്ല. സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി സ്വലാത്തൻ തുഅരിഫുനാ ബിഹാ ഇയ്യാ. നബിയെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടുന്ന ഒരു സ്വലാത്ത്, അതിലൂടെ ഞങ്ങൾക്ക് നബിയെ മനസ്സിലാക്കി കിട്ടും. അങ്ങനത്തെ ഒരു സ്വലാത്ത്. അപ്പൊ നബിയെ ഞങ്ങൾക്ക് അതിന്റെ ഹഖീഖത്ത് മഅരിഫത്ത് തുഅല്ലിമുനാ മഅരിഫത്ത്, ഞങ്ങൾക്ക് മഅരിഫത്ത് ലഭിക്കും ഇയ്യാഹു, നബിയെ കുറിച്ച്. എന്നാലോ ആയി എല്ലാം. നബിയെ കുറിച്ച് അറിയേണ്ടത് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക്, അല്ലെങ്കിൽ അയാൾക്ക് അറിയാവുന്നതിന് പരമാവധി അയാൾ തേടി. അതുകൊണ്ടാണല്ലോ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ നബിയുടെ മുഖത്തേക്ക് നോക്കി ആയുസ് തീർക്കുന്നതിലാണ് സന്തോഷം എന്ന് പറഞ്ഞത് സയ്യിദുനാ സിദ്ദീഖ്. എന്താണ് സിദ്ദീഖേ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ആയത്തും ഹദീസും ഗവേഷണം നടത്തിയിട്ടിരുന്ന നേരം വിളിക്കുന്നതിന്റെ തഹജ്ജുദ് നിസ്കരിക്കലാണ് എൻ്റെ ആഗ്രഹം എന്നല്ല പുണ്യ റസൂലിനോട് പറഞ്ഞത്. എനിക്ക് അന്നളു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും എനിക്ക് പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട അമലും എന്ന് സയ്യിദുനാ സിദ്ദീഖ്. അതെന്ത്? സിദ്ദീഖിന് ഹഖീഖത്തുൽ മുഹമ്മദിയ മനസ്സിലായിട്ടാണത്.
അങ്ങനെ ആ മുഖത്ത് എന്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മളുള്ളത്. എന്തുകൊണ്ട്? നമ്മൾ ഈമാനിലേക്കുള്ള ദൂരത്തിനേക്കാൾ അടുപ്പം നമുക്ക് കുഫറിലേക്കാണ്. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് സ്വലാത്തൻ തുഅരിഫുനാ ബിഹാ ഇയ്യാ എന്ന് പറഞ്ഞാലിന്റെ അർത്ഥം ഇന്നൽ മുസല്ലി, ഈ സ്വലാത്ത് ചെല്ലുന്നവൻ തൊലബ തേടുന്നു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, അൻ യുഅരിഫഹു, അവന് മനസ്സിലാക്കി കൊടുക്കണമെന്ന്, ഇയാഹു നബിയെ കുറിച്ച്, ഫി മറാത്തിബി ബുത്തൂനിഹി, നബിയുടെ ഉള്ളറകളുടെ ഉള്ളറകളിലെ നബിയുടെ പദവികളിലായിട്ട്. നബിക്ക് ഒരുപാട് ഉള്ളറകളുണ്ട്, അതിന്റെ പദവികളിലായിട്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാത്ത അറിവുകൾ നബിയെക്കുറിച്ച് അവന് മനസ്സിലാക്കി കിട്ടണം എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇമ്മാ ബിൽ വസൂലി ഇലാ മഅരിഫത്തി റൂഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നിരിക്കൽ നബിയുടെ റൂഹിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അയാൾ എത്തിച്ചേരുക, ഔ ഹഖീഖത്തി അഖ്ലിഹി, അല്ലെങ്കിൽ നബിയുടെ ബുദ്ധിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുക, ഔ ഖൽബിഹി, അല്ലെങ്കിൽ നബിയുടെ ഹൃദയത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുക, ഔ നഫ്സിഹി, അല്ലെങ്കിൽ നബിയുടെ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുക. അമ്മാ ഹഖീഖത്തു മഖാമി റൂഹിഹി ഫലാ യസ്ലു ഇലൈഹി ഇല്ലൽ അകാബിറു മിനൻ നബിയ്യിന വൽ മുർസലീൻ, നബിയുടെ റൂഹിന്റെ ഹഖീഖത്തിലേക്ക് എത്താൻ അംബിയ മുർസലീങ്ങളെ പോലത്തെ വലിയ വലിയ ആളുകൾക്കല്ല, ഒമൻ ലാഹാഹും, അവരെ പോലെയുള്ളവരും, മിനൽ അബ്റാരി, വലിയ വലിയ ഉന്നതന്മാർ, വലിയ ഉന്നതന്മാർക്കല്ലാതെ നബിയുടെ യാഥാർത്ഥ്യത്തിലേക്ക്, റൂഹിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂല. ഏതാണ് ഈ റൂഹ്? വദ്ദാതു ഫീഹി തജല്ലതി, ഈ വരിന്റെ അവസാനം പറയുന്നുണ്ട് വദ്ദാതു ഫീഹി തജല്ലതി, ജല്ലൽ ജലാലായ സുബ്ഹാന ദാത്ത് ആ മുഹമ്മദിലാണ് വെളിവായിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക, അള്ളാഹുവിന്റെ ദാത്തിന്റെ ഒരു നേരിയ വെളിച്ചം ആ പർവ്വതത്തിലേക്ക് വെളിവായപ്പോൾ പർവ്വതം പൊടിഞ്ഞ് പൊടിഞ്ഞ് തകർന്ന് തരിപ്പണായി. എന്നാൽ വദ്ദാതു ഫീഹി, നിങ്ങളുടെ മുന്നിലുള്ള വരി ബുക്കിലേക്ക് നോക്കി, വദ്ദാതു, അള്ളാഹുവിന്റെ ദാത്ത്, ഫീഹി, ഈ നബി തജല്ലതി, വെളിവായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കഴിവ് എത്രയിരിക്കും? ആ ദാത്ത് അതിൽ വെളിവായിട്ടുണ്ട്, അതിന്റെ പ്രകാശം അതിൽ വെളിവായിട്ടുണ്ട്, ആ ദാത്തിന്റെ പ്രകാശം ഇതിൽ വെളിവായിട്ടുണ്ട്. അതേ ആ നേരിയ ഒരു പ്രകാശം ആ സിനായി മരുഭൂമിയിലെ ഉന്നതമായ പർവ്വതത്തിലേക്ക് വന്നപ്പോഴോ ഫലമ്മാ തജല്ല, അപ്പോൾ അള്ളാഹുവിന്റെ നൂറ് പുറത്ത് വെളിവാകും എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. എങ്കിൽ അത് ഏറ്റവും വെളിവാകാവുന്നത് ആരാണല്ലോ? മുഹമ്മദ്. എന്തുകൊണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പർവ്വതം അഷ്റഫുൽ ഖൽഖ് ആയതുകൊണ്ട് വെളിവായതല്ലോ. തിരിഞ്ഞിട്ടില്ല, നിങ്ങൾ ഉറങ്ങരുത്. ബഹുമാനപ്പെട്ട അഅറാഫ് അധ്യായത്തിലാണ് ആയത്തുള്ളത്. ഏത്? ഫലമ്മാ തജല്ലാ റബ്ബുഹു, അഅറാഫ് അധ്യായത്തിന്റെ 143 ആയത്ത്. فلما جاء موسى لميقاتنا وكلمه ربه قال ربي أرني أنظر إليك قال لن تراني, എന്നെ ഒരിക്കലും കാണാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, എങ്കിലും പർവ്വതത്തിലേക്ക് നോക്ക്. ആയത്ത് നോക്ക്, ശ്രദ്ധിക്കണം കേട്ടോ. ഏതാ സൂറത്ത്? അഅറാഫ് 143 143. നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം. അള്ളാഹിന്റെ പ്രകാശം ഒന്നും ഒരു സൃഷ്ടിയിൽ വെളിവാകൂല എന്ന് പറയുന്ന പോന്തായികളുണ്ട് നമ്മളെ നാട്ടിൽ. മനസ്സിലായ? അള്ളാഹിന്റെ 100 വെളിവാകും എന്നതിന് വ്യക്തമായ തെളിവല്ല ഇത്. ഫലമ്മാ തജല്ല, അപ്പോൾ തജല്ലിയായപ്പോൾ, റബ്ബ് തജല്ലിയായി എന്തിലേക്ക്? ഇലൽ ജബലി, പർവ്വതത്തിലേക്ക്. അപ്പൊ അള്ളാഹുവിന്റെ ആ പ്രകാശം, ആ ദാത്തിന്റെ പ്രകാശം എന്തിലേക്ക് വെളിവായി? വേറെ പർവ്വതത്തിലേക്ക് വെളിവായി. പർവ്വതത്തിലേക്ക് വെളിവാകുമ്പോൾ മുഹമ്മദിലേക്ക് വെളിവാകാതിരിക്കുന്നത് എങ്ങനെ? സല്ലല്ലാഹു അലൈഹി വസല്ലം പർവ്വതം അഷ്റഫുൽ ഖൽഖല്ലല്ലോ, ഖൽഖാണെന്നല്ലേ ഉള്ളൂ, അഷ്റഫുൽ ഖൽഖല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. فلما تجلى ربه للجبل فلما تجلى ربه للجبل فلما تجلى ربه للجبل മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്ഷിതാവ് പ്രത്യേകമായി വെളിവായി ഇലൽ ജബലി, പർവ്വതത്തിലേക്ക്. അപ്പോൾ
അപ്പോൾ എന്താ ഉണ്ടായത്? ജഅലഹു, ആ തജല്ലി ആ പർവ്വതത്തെ ആക്കി കഴിഞ്ഞു ദക്കൻ, പൊട്ടി പൊട്ടി പൊട്ടിയാക്കി. വഖറ മൂസ സഇഖ, മറ്റേ പർവ്വതത്തിൽ ഇത് നോക്കിക്കാണുന്ന മൂസ ബോധരഹിതനായി വീണു. പറഞ്ഞതല്ല, തല കൊടുക്കണം. അതായത് അപ്പൊ തജല്ലി ഉണ്ടാവും ഉറപ്പ്. അള്ളാഹുവിന്റെ പ്രകാശം സൃഷ്ടിയിൽ വെളിവാകും എന്ന കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ട്? പർവ്വതം അല്ലല്ലോ, പർവ്വതത്തിലേക്ക് അള്ളാഹിന്റെ തജല്ലി ഉണ്ടായി എന്നല്ലേ വന്നത്. അള്ളാഹുവിന്റെ തജല്ലി പർവ്വതത്തിലേക്ക് ഉണ്ടാവുമെങ്കിൽ അതിനേക്കാൾ അസ്രഹായും അതിനേക്കാൾ ഔഫഖായും അതിനേക്കാൾ ഔലയായും ബന്ധപ്പെടേണ്ടത് എവിടെ വെളിവാകലാണ്? അഷ്റഫുൽ ഖൽഖിൽ വെളിവാകലല്ലേ? എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖല്ലേ. അപ്പൊ ഒരു സൗഭാഗ്യം എന്ന നിലയിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാനാകേണ്ടത് ജബലല്ലല്ലോ, ആരല്ലേ? മുഹമ്മദ് അല്ലേ. അതുകൊണ്ട് മുഹമ്മദ് എന്ന ആള് അഫ്ളലുൽ ഖൽഖല്ലേ, അഷ്റഫുൽ ഖൽഖല്ലേ, അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ്. അള്ളാഹുവിന് തന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രേമമുള്ളത് ആരോടാണ്? പറ, മുഹമ്മദ് എന്ന ആളോടല്ലേ. മനസ്സിലല്ലേ? ആ മുഹമ്മദ് എന്ന ആളിലല്ലേ വെളിവാകേണ്ടത്. അതെന്നെ ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഫീഹി, ആ മുഹമ്മദിൽ തജല്ലത്തി വെളിവായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിവായിട്ടുണ്ട്. സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. അലൈഹി, ഈ മെഹബൂബാകുന്ന മുഹമ്മദിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹുവ, ആ മുഹമ്മദ് ബത്നുൻ വലാഹിറുൻ, ഉള്ളും പുറവുമാണ്. ഉള്ളും മുഹമ്മദാണ്, പുറവും മുഹമ്മദാണ്. എനിക്കും നിങ്ങൾക്കും ഈ വിഷയത്തിലുള്ള അറിവ് നേറ്റിയൊരു വ്യത്യാസമാണ്. ഞങ്ങൾ ഈ വായിക്കുന്നതിന് മുമ്പ് ഇത് വായിച്ചു നോക്കിയത് വ്യത്യാസമുണ്ട്. അല്ലാതെ എന്താണ് ആ പറഞ്ഞത് എനിക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ വസല്ലത്ത്, അദാത്ത് സ്വലാത്ത് പറഞ്ഞു. അലൈഹി, ഈ ഹബ്ബാകുന്ന മുഹമ്മദിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹുവ, ആ മുഹമ്മദ് എന്നാൽ ബത്നുൻ, ഉള്ളാണ്, വലാഹിറുൻ, പുറവാണ്. ഫലാഹിറുഹു, ആ മുഹമ്മദിന്റെ പ്രത്യക്ഷം അബ്ദുൻ, അടിമയാണ്. വലിൽ ബത്നി, ബത്നിലേക്കാണ് സ്വല്ലത്തി, ദാത്ത് സ്വലാത്ത് പറഞ്ഞിട്ടുള്ളത്. അത് മൂപ്പർക്ക് അറിയും. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞേ, നമുക്കറിയില്ല. എന്താണ് പറഞ്ഞെന്ന് അറിയില്ല, അറിയൂല, അറിയൂല. അത് നമുക്ക് മനസ്സിലാവൂല, ഇമ്മ തേടിപ്പോ രാവും പകലും അതിന്മ ഇരിക്കണോനുണ്ടോ, ഓനെ കുറച്ചൊക്കെ തിരിയും. അപ്പൊ അവരങ്ങനെ കയറും, അവരതിൽ ആനന്ദിക്കും, അതിലവർ സന്തോഷിക്കും. എൻ്റെ കൂടെ വളരെ വളരെ വളച്ച് നിങ്ങൾ ആ രണ്ട് വരി നോക്കി. അറിയുക, ഇന്ന ഹാദൽ ഹിബ്ബ, ഈ പ്രേമഭാജനം വൈബു ഇലാഹിന, നമ്മുടെ ഇലാഹിന്റെ രഹസ്യമാണ് മുഹമ്മദ്. ഈ പ്രേമഭാജനമാകുന്ന മുഹമ്മദ് നമ്മുടെ പടച്ചവന്റെ രഹസ്യമാണ്. വഖൽബുൽ വറാ, അൽ വറാ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും കൽബുൻ, ഹൃദയവുമാണ്. മുഹമ്മദ് ഈ ലോകത്തിന്റെ ഹൃദയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വദാതു, അല്ലാഹുവിന്റെ ദാത്ത് ഫീഹി, മുഹമ്മദിൽ തജല്ലത്തി, വെളിവായിട്ടുണ്ട്. അത് നോക്കാണ് സിദ്ദീഖ്. സിദ്ദീഖിന്റെ കണ്ണിന് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കത് മനസ്സിലാകും. മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചായക്ക് വിളിച്ചാലും കടിക്ക് വിളിച്ചാലും നെയ്യ് തന്നെ ഉണ്ടാക്കി നെയ്യപ്പുണ്ടായാലും അയാൾ പോരില്ല. അതേ സമയത്ത് വേറൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടാവും, ആ തേരപ്പാരാന്ന് പറഞ്ഞിട്ട് ലാബിലൂടെ നടക്കായിരിക്കും. ഓൻ രാവിലെ വന്ന് ഇറങ്ങിയാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുക കൽച്ചായല്ലേ എന്നാണ്. പിന്നെ 8:30 മണിയാവുന്നോട് കൂടെ ഓൻ ചോദിക്കുക ചായ നെയ്യപ്പം എവിടെയെന്നാണ്. 2 ശാസ്ത്രജ്ഞന്മാർ. 9 മണിയായാലും ഓൻ ചോദിച്ചാൽ നാസ്തന സമയമല്ലോ എന്നാണ്. 2 ശാസ്ത്രജ്ഞൻ. ഒരു ശാസ്ത്രജ്ഞന് രാവിലെ 7 മണിക്കോ കയറി അപ്പോൾ കൊടുത്ത കാളിച്ചായ എപ്പോഴും കുടിച്ചിട്ടില്ല.
ഓൻ അതിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പക്ഷെ കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. മറ്റും കയറുമ്പോൾ തന്നെ കുപ്പായത്തിൽ ലാബിലുള്ള കുപ്പായം വേറെ, കോട്ടിട്ട ഉടനെ തന്നെ ചോദിക്കണത് ചായവിടെ ആണോ അല്ലേ? ഇവർ രണ്ടാൾക്കും എന്തുണ്ട്? ലാബിലെ കുപ്പായുണ്ട്, കണ്ണടുണ്ട്, മൈക്രോസ്കോപ്പ് ഉണ്ട്. മുരുത്തൻ മൈക്രോസ്കോപ്പിലൂടെ ഒന്നും കാണില്ല. എന്തുകൊണ്ട്? അതിൻ്റെ അടിയിലേക്ക് നോക്കലോ കാണലോ ഓൻ്റെ ലക്ഷ്യമല്ല. ഓൻ്റെ ലക്ഷ്യം നേരായി കഴിഞ്ഞാൽ UCC സ്കെയിലിൽ ശമ്പളം കിട്ടുന്നത് മാത്രമാണ്. മറ്റൊരു ചായല്ല, കഞ്ഞില്ല, ചോറ് ഒന്നുമില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്, ഒന്നും ശ്രദ്ധിക്കൂല. അപ്പോൾ ഇവിടെ വ്യത്യാസമാണ്. നമുക്ക് അറിയുന്നവർക്ക് അതേ അവർ പഠിക്കും, നോക്കും. അപ്പൊ അവർ പലതും കാണുന്നുണ്ട്. അതുകൊണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പലതും അവർ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും പോരാൻ കഴിയുന്നില്ല. സിദ്ദീഖുൽ അക്ബർ ഈ നോട്ടം നോക്കാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണിൽ മുഹമ്മദിയത്തിന്റെ മൈക്രോസ്കോപ്പ് ഉണ്ട്, വെച്ച് നോക്കുകയാണ്. ഫീഹി തജല്ലത്തി, ഈ ശരീരത്തിൽ അള്ളാഹു ഒളിവായിട്ടുണ്ട്. 100 തജല്ലിയുണ്ട്, ഇലാഹിന്റെ തജല്ലിയുണ്ട്. ഇലാഹ് ഇറങ്ങിയെന്നല്ല, ഇലാഹിന്റെ 100 പർവ്വതത്തിൽ ഇറങ്ങിയടാ ജായിലെ. ഇത് വെച്ചാണ് കുറച്ച് മൂല്യന്മാരിപ്പോൾ വല്ല തന്നെയാണ് മുഹമ്മദ് എന്ന് കാസിമി പറഞ്ഞു എന്ന് പറയും. കുറേ അന്തല്ലാത്ത അറബി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളകളാന്ന് പറയുന്ന കുറച്ച് അന്തംഗമ്മികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഓല് അന്തംഗമ്മി എന്ന് പറയുന്ന പോലും എനിക്ക് പേടിയ. കാരണം മൈസറിൽ അന്തംഗമ്മികൾ എല്ലാവരും കൂടി ഒരു യോഗം കൂടുകയാണെങ്കിലും എനിക്കെതിരെ പറയും. കാരണം എന്തുകൊണ്ട്? ആജാതി അന്തംഗമ്മി വേറെ ആരും ഉണ്ടാവില്ല. കുറച്ച് തലയെ കെട്ടുകാരായ അന്തംഗമ്മികൾ ഓരോട് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലാ അമക്ക് പിടിച്ചോനെ. ജബലിലേക്ക് തജല്ലി ആയല്ലോ റബ്ബ്. അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതില്ല എന്ന് പറഞ്ഞാൽ കാഫർ. കാരണം റബ്ബ് ഖുർആനിൽ പറഞ്ഞാണല്ലോ ഫലമ്മാ യതജല്ല, തജല്ലി ആവുന്നല്ലോ. ഫലമ്മാ തജല്ല, വെളിവായി, റബ്ബുഹു, മുസായുടെ റബ്ബ് തജല്ലിയായി, വെളിവായി, ലിൽ ജബൽ, പർവ്വതത്തിലേക്ക്. അപ്പൊ ആ പർവ്വതത്തിലേക്ക് തജല്ലിയായ റബ്ബിന് പർവ്വതത്തിനേക്കാളും തജല്ലിയാവേണ്ടത് എവിടെയാണല്ലോ? കാരണം മുഹമ്മദ് അഷ്റഫുൽ ഖൽഖാണെന്ന് ബിത്തിഫാഖിൽ ഉമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലാർക്കും ഇവിടെ തർക്കം ഉണ്ടാവും തോന്നുന്നില്ല. ഇനി ഉണ്ടാണോരൊക്കെ ഉണ്ടാകാം. ഒരു പുറത്താണ് പഠിക്കുക. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉമ്മത്ത് മുസ്ലിമത്തിന് തർക്കമില്ലല്ലോ. ഈ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫയാണെന്ന്. അപ്പൊ ഈ പർവ്വതത്തിലേക്ക് തജല്ലിയായ റബ്ബിന് അതിനേക്കാൾ തജല്ലിയാവേണ്ടത് എവിടെയല്ലേ? അതിനല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. റബ്ബിന്റെ ഫീഹി മുഹമ്മദിൽ തജല്ലത്തി, തജല്ലിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണാൻ കാണും. സിദ്ദീഖ് അത് കണ്ടു. അപ്പൊ സിദ്ദീഖിന് ഏറ്റവും രസം എന്താ? അപ്പൊ സിദ്ദീഖ് നോക്കണത് എന്തിലേക്കല്ല, ഈ ചർമ്മത്തിലേക്കല്ല നോക്കണത്. പിന്നെ തജല്ലി റബ്ബുഹു, തജല്ലി റബ്ബിഹി, ആ റബ്ബിന്റെ തജല്ലിയിലേക്ക് നോക്കണം. അത് ഓരോ സെക്കൻഡും ഹിജാബ് നീങ്ങി നീങ്ങി അത് കാണാൻ ആര്? സയ്യിദുനാ സിദ്ദീഖ്. ആ തജല്ലി കണ്ടതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കാത്തത്. സിദ്ദീഖ് നോക്കിയത്, അനസ് നോക്കാത്തത്. വലൗ തുലിബതു അൻ അസിഫഹു മാ അതഖതു ലിഅന്നി മാ നളർതു മാ മലഅതു വമാ നളർതു വമാ മലഹ മലഅ നൗരി ബിവജ്ഹിഹി ഔ കമാ ഖാൽ ഇജ്ലാലൻ വതഅളീമാ. ആ മുഖത്തിന്റെ പ്രത്യേക പ്രശോഭിതമായ, ആ മുഖത്തിന്റെ ആ ഒരു പ്രത്യേകമായ പ്രശോഭിത ഭാവം കാരണം കണ്ണ് നിറച്ചൊന്ന് നോക്കാൻ എനിക്ക് 10 കൊല്ലത്തിൽ ഒരിക്കലും ആയിട്ടില്ല. ഇത് പറഞ്ഞത് അനസ. മരിക്കുമ്പോഴും അനസ് കൂടെ റളിയല്ലാഹു അൻഹു. നബിയുടെ മുഖത്തിനെ പറ്റി ഒരാൾ വർണ്ണിക്കാൻ പറഞ്ഞാൽ എനിക്ക് കഴിയൂല. കണ്ണ് നിറഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ അതെന്താ നോക്കാത്തത്? ഈ റബ്ബിന്റെ തജല്ലി അതിലുണ്ട്. അതുകൊണ്ട് അനസിന് നോക്കാൻ വയ്യ. സിദ്ദീഖ് അതന്നെ നോക്കണത്. എന്തുകൊണ്ട്? അവർ രണ്ടാളുടെയും ഒരു കാരണമാണ്. ആ മുഹമ്മദിനെ നമ്മൾ കാണില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കണം. അതാണ് കണ്ടാൽ, അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പിന്നെ ആ അബ്ദിന് പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല.
അള്ളാഹുവിലും റസൂലിലും ഖൽബ് നിറച്ചതുകൊണ്ട് ഭർത്താവിനെ പ്രേമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിവാഹം നിരാകരിച്ചവർ പെണ്ണുങ്ങൾ എത്ര. അങ്ങനെ റാബിയയോട് അക്കാലത്തെ ജെറൂസലേമിലെ രാജാവ് കല്യാണം അന്വേഷിച്ചു. റാബിയ ജെറൂസലേമിൽ വന്നപ്പോൾ റാബിയ നിരാകരിച്ചു. പിന്നെ ആളയച്ചു. കാരണം അത്രയും വലിയ സൂഫിയത്തായിരുന്നു റാബിയ. പലവട്ടം വന്നിട്ടും റാബിയ സ്വീകരിച്ചില്ല. പിന്നെ രാജാവ് തന്നെ വന്നിട്ട് എന്ത് ചെയ്തു? രാജാവ് തന്നെയും റാബിയയുടെ പരിസരത്തെത്തി. ഞാൻ നിങ്ങളെ വിവാഹാന്വേഷണത്തിന് വേണ്ടി വന്നതാണ്, എനിക്ക് സമ്മതം തരണം. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ എൻ്റെ വീട്ടിൽ പോലും വരേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എൻ്റെ ഭാര്യയാകാൻ സമ്മതിച്ചാൽ മാത്രം മതി. നിങ്ങൾക്കൊരു നിബന്ധനയുമില്ല, നിങ്ങൾക്കൊന്നൊരു നിബന്ധനയുമില്ല. നിങ്ങൾ എൻ്റെ കിടപ്പറയിൽ വരണമെന്നോ, എൻ്റെ കട്ടിലെ ഭാര്യയായി ഭാര്യാധർമ്മം നിർവഹിക്കണമെന്നോ, എനിക്ക് നിങ്ങളുടെ ശരീരം തരണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ എൻ്റെ ഭാര്യയാകാൻ സമ്മതിച്ചാൽ മതി. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെപ്പോലത്തെ ഒരാളെ ഭർത്താവാകുക എന്നുള്ളത് വലിയൊരു കാര്യമില്ല. അപ്പോൾ റാബിയ ചോദിച്ചു, ഒന്നും വേണ്ട, ശരി. ഭർത്താവിനെ പ്രേമിക്കലെങ്കിലും ഭാര്യക്ക് നിർബന്ധമില്ലേ? അതൊരു നിയമാണല്ലോ. അപ്പോൾ രാജാ പറഞ്ഞു, അപ്പോൾ പറഞ്ഞില്ല, കഴിയില്ല. എന്തുകൊണ്ട്? ഷറഫാക്കപ്പെട്ട പുണ്യ റസൂലിനെയും അള്ളാഹുവിനെയും റസൂലിനെയും പ്രേമിക്കുന്നതുകൊണ്ട് വേറൊരാളെ പ്രേമിക്കാൻ കഴിയില്ല. സ്ഥലമില്ല, കൽബിൽ സ്ഥലമില്ല, അതുകൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്നോട് പറയരുത്. നിങ്ങൾ പറഞ്ഞൊക്കെ അംഗീകരിച്ചു, എനിക്കൊരു നിബന്ധനകൾ വെക്കൂല. പക്ഷേ ഭർത്താവിനെ സ്നേഹിക്കണ്ടേ? അതൊരു കടമയല്ലേ? എനിക്കതിന് പറ്റൂല. കാരണം എന്തുകൊണ്ട്? എൻ്റെ കൽബിൽ ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന കളവാണത്. ഞാൻ സ്നേഹിക്കൂല, എനിക്കതിന് കഴിയില്ല. അപ്പൊ സ്നേഹം എന്ന മനുഷ്യന്റെ അറയിലേക്ക് അള്ളാഹും റസൂലും ഇറങ്ങിക്കഴിഞ്ഞാൽ അബ്ദിന് പിന്നെ വേറൊരാളെ സ്നേഹിക്കാൻ കഴിയൂല. നമ്മൾ അള്ളാഹും റസൂലിനെ സ്നേഹിക്കണതന്നെ നമ്മളെ കടം വിടാൻ വേണ്ടിയിട്ടാണ്. ഒരാളോട് ചെന്ന് ചോദിച്ചു, എന്താ എൻ്റെ കടം വിടാൻ എന്താ വഴി? അള്ളാഹും റസൂലിനെ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് അങ്ങോട്ട് സ്നേഹത്തിലാണ് മൂടിയിട്ടാണ് കരിഞ്ഞാളി. അപ്പം അയാൾ അങ്ങോട്ട് സ്നേഹിച്ചു. എന്ത്? അവന് കുറച്ച് കടമുണ്ട്. ഒരു കൊല്ലം സ്നേഹിച്ചിട്ടും കടം വീടിയിട്ടില്ലെങ്കിൽ നേരെ പുറകോട്ട് പോകും. ഈ ജാതി നമുക്ക് ഞാവില്ല. സ്നേഹമല്ല, സ്നേഹത്തുമ്പോൾ സ്നേഹമായിട്ടും എന്താണില്ല, കടമില്ല. അപ്പോൾ സ്നേഹിച്ചത് കടത്തിനാണ്, എന്തിനല്ല. അതാ നമുക്കവിടേക്ക് എത്താനേ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമുക്ക് നമ്മളെപ്പോലും സ്നേഹിക്കാൻ കഴിയില്ല. നമ്മളെപ്പോലും സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളിപ്പം എന്നെ സ്നേഹിക്കണില്ല, ഞാൻ എന്നെയും സ്നേഹിക്കണില്ല, നീ നിന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു നേരിയ ബനിയനുണ്ട്, ഒരു ഏത് തണുപ്പിനെയും അതിജയിക്കാൻ കഴിയുന്നൊരു നല്ല ഒരു എന്താ പറയുക ഓവർകോട്ടുമുണ്ട് എന്ന് സങ്കല്പിക്കുക. നിങ്ങളെ മുന്നിൽ നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾ ആ നേരിയ ബനിയൻ തിരഞ്ഞെടുക്കും. കാരണം അതാണല്ലോ ബോഡിക്ക് സുഖം. എന്തുകൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ സൈബീരിയയിൽ എത്തും എന്ന വിവരമില്ലായ്മ കൊണ്ടാണ്. നിങ്ങൾ 1/2 കിലോമീറ്റർ കൊണ്ട് സൈബീരിയയിൽ എത്തും എന്ന വിവരം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ സ്നേഹിച്ചില്ല. നിങ്ങൾക്കൊരു ചാൻസ് തന്നു. നിങ്ങൾക്ക് ബനിയനോ വേണ്ടത്, അതല്ല ഓവർകോട്ട, തണുപ്പിൻ്റെ ഓവർകോട്ട വേണ്ടത്. അപ്പം എന്താ, അതൊക്കെ ശല്യാണ്. നിങ്ങൾ എന്തെടുത്തു? ബനിയെടുത്തു. നല്ല ഫുൾ എന്താ പറയുക, 100% എന്താണത്, പ്യൂർ കോട്ടൺ. ഓ, മിസ്രി കോട്ടനാണ്, ഭയങ്കര കോട്ടൺ. ഓ, നെയിൽ നദിക്കരയിലുണ്ടാക്കിയ കോട്ടൺ. അല്ലോ, അതെടുത്താണ് പോയത്. പക്ഷേ ഇത് ചാകാനാ പോണത്. നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ബനിയൻ എടുക്കൂല. എന്താ ചെയ്യുക? ഓവർകോട്ട് എടുക്കും. ഇതന്നെ നമ്മളൊക്കെ അവസ്ഥ. നമ്മൾ നമ്മുടെ ലാഭത്തെ, എവിടെയാണ് നമ്മുടെ ലാഭമെന്നും എവിടെയാണ് നമ്മുടെ നഷ്ടമെന്നുമുള്ള യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ട് നമ്മുടെ താൽക്കാലിക കാര്യത്തെ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചതെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്.
ഫീ കുല്ലി ലൈല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഒരു സമയമുണ്ട്, ഒരാൾ പണിയെടുത്തു ആ സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മുട്ടുവീൻ തുറക്കപ്പെടും, മഞ്ചട്ട വചത അധ്വാനിച്ചാൽ കിട്ടും. ആ സമയം അറിയാൻ വേണ്ടി അറിയുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടാവും. നിങ്ങൾ നടന്നു 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 കഷ്ടപ്പെട്ടാൽ ഒരു ദിവസം നിങ്ങൾ അതിലെത്തിച്ചേരും. അപ്പോഴത്തേന് നിങ്ങൾ 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എത്തിച്ചേർന്നെങ്കിലും ലാഭമാണ്. നിങ്ങൾക്ക് ലോകത്തുള്ളത് മുഴുവനും ആ സമയത്ത് ഒരു സെക്കൻഡോട് ചോദിച്ചാൽ ഞങ്ങൾ നേടും. എങ്കിൽ നിങ്ങളെ ഈ യാത്ര മുഴുവനും സാധൂകരിക്കപ്പെട്ടു. നിങ്ങളിൻ്റെ കൂടെയില്ല. എല്ലാ രാത്രി ഒരു സമയമുണ്ട്, വെള്ളിയാഴ്ച രാവ് മാത്രമല്ല. ആ സമയത്ത് ചോദിച്ചാൽ ഉത്തരം ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ രണ്ടാമതൊരു പോയിന്റ് പറഞ്ഞില്ല. എല്ലാ രാത്രി ഒരു സമയമല്ലേ? നിങ്ങൾ മഗ്‌രിബ് മുതൽ സുബഹി വരെ അള്ളാഹിനോടും തേടുക. എന്ത്? ആ സമയം എനിക്ക് അറിയിച്ചേരണേ. അപ്പം നിങ്ങളെ ദുആ എന്തിൽപ്പെട്ടിട്ടുണ്ടാവും? നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കഅബ കാണുമ്പോൾ എന്താണ് ആദ്യം ദ്വാരക്കേണ്ടതെന്ന് ഒരാളിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, ദ്വാക്ക് ഉത്തരം തരണം റബ്ബെന്ന് ചോദിച്ചാളാ. ഞാൻ കടന്നോണ ഈമാൻ കിട്ടി മരിക്കലോ, ഈമാൻ കിട്ടാതെ ചോദിക്കണ്ട. കഅബ ആദ്യമായി കഅബ കാണുമ്പോൾ ഒരാൾ എന്ത് ദ്വാ ചെയ്ത് ഉത്തരം ഉറപ്പാ. അപ്പൊ അയാൾ എന്ത് വേർക്കാം? പിന്നെ യതീമിനെ കണ്ടിട്ടുണ്ട്. മാറായിത്ത് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ, അതായത് അള്ളാഹുവിൻ്റെ ദാത്ത് തജല്ലിയായ ആ റസൂലിനെ നിങ്ങൾ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. നിങ്ങൾ അബൂ താലിബിന്റെ യതീമിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അബൂ താലിബിന്റെ യതീമിനെ കണ്ടിട്ടുണ്ട്. മാറായിത്ത് റസൂലുള്ളാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഇത് സ്വഹാബത്ത് കണ്ട് അറിഞ്ഞ ഒരു സത്യമാണ്. ഇതിന് ഒരാൾക്കും പറയാൻ പറ്റും, ഇതിൽക്ക് പറയാൻ പറ്റൂല. ഇതിപ്പോ നമ്മൾ CM മറ്റും പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ തന്നെ അയിമറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല എന്നറിയാം, അയാളാരാ? ഇതിപ്പോ CM പറഞ്ഞത് ആകാതിരുന്നത് നന്നായി. CM അങ്ങനെ പറഞ്ഞു, ഭയങ്കര കുഴപ്പാപ്പ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ആരൊക്കെ മൂർക്കാതെ നടക്കുന്നത് അന്തം വിട്ട കുറച്ച് മനുഷ്യന്മാർ പീഡിയക്കൊലയമ്മൻ്റെ മേലെ കുറ്റെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇപ്പോൾ ഇസ്ലാമെന്ന് നിൽക്കും. ഇതിപ്പോൾ ബുഖാരിന് വെട്ട ന്യായമല്ല. ഇപ്പോൾ സുന്നികൾ 10 കൊല്ലത്തിനുള്ളിൽ ബുഖാരി മുസ്ലിം ഒക്കെ വിളിച്ചത്. സുന്നികൾ വിളിച്ചത്. സുന്നികൾ വഹാബികളെക്കാളും അപകടകരമായ അവസ്ഥയിലേക്കാണ് ഓടുന്നത്. സുന്നികൾ വഹാബികളെക്കാളും അപകടകരമായ അവസ്ഥ. സുന്നി ബഹുഭൂരിപക്ഷം ജനങ്ങൾ വഹാബിയാവും കുറഞ്ഞ കാലത്തിനുള്ളിൽ. എന്തുകൊണ്ട്? നിലവിൽ അവരുടെ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും വഹാബികളാണ് എന്നതാണ് കാരണം. അവരെ വഹാബികളാക്കിയത് എന്താണ്? പണം, സൗകര്യം, ധനം. അത് തന്നെ. ചില മൗലവിമാർ പ്രസംഗിക്കുന്നുണ്ട്, അവർക്ക് കുറെ കാലം കഴിഞ്ഞ് ഞങ്ങളെ പ്രസംഗം കേട്ടിട്ട് അവർക്ക് വിവരം കിട്ടിയാലോ. നിങ്ങളെ പ്രസംഗം അവർ കേട്ടിട്ടില്ല. നിങ്ങളെ പ്രസംഗം കേട്ട വിവരമെങ്കിലും കിട്ടിയാലും അവർക്ക് കുറച്ചൊക്കെ വിവരം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവർ പ്രസംഗമൊന്നും കേട്ടല്ല. അവർക്ക് ദുനിയാവിനോടുള്ള കൊതി വന്നുപോയി. ദുനിയാവിന്റെ പിന്നാലെ അവരെ ഓടിയപ്പോൾ അള്ളാഹുവിന്റെ ഒളബ് അവരുടെ മേൽ ഇറങ്ങി. സുന്നി പണ്ഡിതന്മാരിൽ വലിയൊരു പക്ഷത്തിന്റെ മേലും അള്ളാഹുവിന്റെ ഒളബ് ഇറങ്ങിയപ്പോൾ മുൻഗാമികളുടെ ജ്ഞാനത്തിന്റെ ഉശ്റും പോലും കയ്യിലില്ലാതെ അവർ അതപ്പതിച്ചു. സുന്നി ബഹുകോടികളും ഇത് അതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബഹുഭൂരിപക്ഷം സുന്നികളും വഹാബികളായി മാറും. നിലവിൽ തന്നെ വഹാബികളാണ് സുന്നി ബഹുകോടി. പണ്ഡിതന്മാരിൽ വലിയ ഒരു ശതമാനം പണ്ഡിതന്മാർക്കും നല്ല നല്ല നീളം തലക്കെട്ടുകളും കോട്ടുകളും ഓവർകോട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ വഹാബികളാണ്. എന്തുകൊണ്ട്? ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും അവർ അംഗീകരിക്കൂല. ഇപ്പൊ ഞങ്ങളോട് പറയുന്നത് CM പെങ്ങാനും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പാപ്പ വടകര മമ്മരാജ് ഇവരാരെങ്കിലും പറഞ്ഞു അതാ ഉമറും പിന്നൊന്നും ഉമർ ഇബ്നു ഖത്താബ് ഒന്നും നബിനെ കണ്ടിട്ടില്ല എന്നെങ്ങാനും പറഞ്ഞാൽ പടച്ചോനെ, കാസർഗോഡ് മുതൽ കണ്ണൂർ എന്താ പറയാ പാറശാല വരെ ഒരു യോഗ നടത്തും സുന്നി നേതാക്കന്മാർ. ഇതാ അന്ധവിശ്വാസികളെ കരുതിയിരിക്കുക എന്ന് പറഞ്ഞു. ഇതിപ്പോ ബുഖാരി മുസ്ലിമിലുള്ള വാക്ക. വയസ്സ് വന്നിട്ട് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബിനോട് അടക്കം പറഞ്ഞു, എന്ത്? മാ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അതൊരു കാണലാണ്. എന്തേ സിദ്ദീഖിന്റെ കാലത്ത് വയസ്സിന് വന്നൂടായിരുന്നു? ബസ് ഇട്ടായിട്ട് വരാഞ്ഞതാ? കണ്ടിട്ടുണ്ട്. ആ കാണുന്ന പണിയായിരുന്നു അവർക്ക്. സിദ്ദീഖ് എന്റെ ഉമർ ഇബ്നു ഖത്താബ് മോശമാണെന്നല്ല.
സിദ്ദീഖ് കണ്ട അളവ് ഇവർക്കൊന്നുമില്ല. വലിയ നീതിമാനൊക്കെ അല്ല, നീതിമാൻ ഇപ്പം ആർക്കും ആകാം. പക്ഷേ ഹഖീഖത്തുൽ മുഹമ്മദിയയിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയതാണ്. സിദ്ദീഖിനേക്കാളും വലിയ നീതിമാനല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബിനേക്കാളും വലിയ നീതിമാനല്ലേ സിദ്ദീഖുൽ അക്ബർ. അതിൻ്റെ സിദ്ദീഖിനെ ഒരു വസ്ഫ് പറയാൻ പറ്റിയ വസ്ഫ് ഏതാണ്? മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ചു എന്നറിയാം. റസൂലുള്ളാഹിനെ പറ്റി എന്താ പറയാ? റസൂലുള്ളാഹിനെ പറ്റി മൂസാ നബിക്ക് പ്രത്യേകത ഉള്ള ഒരു കാര്യം സംസാരിച്ചു. റസൂലുള്ളാഹിനെ പറ്റി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? സംസാരിക്കലും കാണലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹിനോട് സംസാരിച്ചില്ലേ? സംസാരിക്കല്, കാണല്, അള്ളാഹുവിന്റെ സിദ്റത്തുൽ മുൻതായിലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ ഹളറത്തിലേക്ക് എത്തൽ, ഇതെല്ലാം ഒന്ന് പറഞ്ഞാൽ മറ്റേ ബാക്കിയായി. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? ചില ആളുകളുണ്ടല്ലോ സ്കൂളിന്റെ പ്രതിഭയായി തെരഞ്ഞെടുക്കും. ചില ഓട്ടത്തിൽ പ്രധാനിയാവും, ചില ചാട്ടത്തിൽ പ്രധാനിയാവും, ചിലപ്പോൾ പാട്ടിൽ പ്രധാനിയാവും. എന്നാൽ ഒരാൾ ആരായിരിക്കും? സ്കൂളിന്റെ പ്രതിഭയായിരിക്കും, അയാൾ എല്ലാത്തിനും പ്രധാനിയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് മുസ്തഫാനെ ഖലീലുള്ളാഹ് എന്ന് പറയാൻ പറ്റുമോ? ഖലീലിന്റെ അപ്പുറത്താണ്. ഖലീലാണോ? ആണ്. കലീമോ ആണ്. ഓഹോ, അത് തന്നെയാണ്. പിന്നെ എങ്ങനെ റൂഹുല്ലാഹ് എന്ന് പറയാ ഈസാ നബിയെ പറ്റി, കലീമുല്ലാഹ് എന്ന് പറയാം മൂസാ നബിയെ പറ്റി, ഖലീലുള്ളാഹ് എന്ന് പറയാം ഇബ്രാഹിം നബിയെ പറ്റി, മുഹമ്മദ് മുസ്തഫയെ പറ്റിയോ? ഇതിന്റെ അപ്പുറത്തുമാണ്. പിന്നെ എന്ത് പറയാ? പ്രതിഭയാണ്. അങ്ങനത്തെ ആളാണ് ഉമ്മത്തിൽ സിദ്ദീഖുൽ അക്ബർ. ആ സിദ്ദീഖുൽ അക്ബർ കണ്ടിട്ടുണ്ട് ഹഖീഖത്തുൽ മുഹമ്മദിയ. അതിൽ ഗവേഷണം നടത്തുന്ന പണിയായിരുന്നു. അല്ല മാസം ഉംറക്ക് പോയല്ല. അത് പറഞ്ഞത് മനസ്സിലായോ? അത് തന്നെ തജല്ലിയായി അത് കാണുന്ന പണിയായിരുന്നു. ആർക്ക്? സയ്യിദുനാ സിദ്ദീഖിന്. ഫാറൂഖും വലിയ ആൾ തന്നെയാണ്. പക്ഷെ സിദ്ദീഖിന്റെ അളവ് ഒരു പ്രത്യേക അളവാണ്. സിദ്ദീഖിന് അങ്ങോട്ട് രസം കുടുങ്ങി എല്ലാം ഒഴിവാക്കി. അതന്നെ സിദ്ദീഖിന് റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയാ. ഇന്നെങ്ങാനുമാണ് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായിട്ട് 1500-400 കൊല്ലം കഴിഞ്ഞ് ഇന്നാണ് ഇപ്പൊ അന്ന് ഹദീസില്ലാതെ ഇന്നിപ്പോ CM പറഞ്ഞു എന്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നും നബിയെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞ. പഠിച്ചോനെ, മടവൂരിന്ന് പോയാണ് മുമ്പ് ഖബറന്നെ കോരി അറബി കടയിൽ കൊണ്ടുപോയിടും. സുന്നിയാള്, വാബിയാളല്ല സുന്നിയാള്. എന്ത് സുന്നി? അത് ആ ജാതി മുത്തൻ ജാഹിലീങ്ങളാണ് സുന്നി നേതാക്കന്മാർ. അവർ ഈ കടലാസിൽ എഴുതിക്കൂട്ടിയ ഈ ഈച്ചക്കാത്തിപ്പുകൾ എഴുതിയ തോന്നിയാസങ്ങൾക്കപ്പുറം ഒന്നും അവർ വിശ്വസിക്കൂല. കടലാസിനപ്പുറം ഒരു ഇൽമുണ്ട് നമുക്ക് വിശ്വാസം തന്നെ ഇല്ല. കടലാസിനപ്പുറം ഇൽമുണ്ട് ഈ പറയുന്ന സുന്നി മൂല്യന്മാരിൽ വലിയൊരു ശതമാനം കടലാസിനപ്പുറം ഒരു ഇൽമ അവർ വിശ്വസിക്കണേ ഇല്ല. അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് സയ്യിദുനാ സിദ്ദീഖ്. ഉറക്കപ്പുറ സയ്യിദുനാ സിദ്ദീഖ് ആ ഇൽമാണ്. അതിനൊന്നും നമ്മൾ നിരാകരിക്കണമില്ല. ഇതിൻ്റെ അപ്പുറത്താണ് മുഹമ്മദ് മുസ്തഫ പ്രപഞ്ചത്തിന്റെ കൽബുമാണ്. അള്ളാഹുവിന്റെ ദാത്ത് ആ നബിയിൽ തജല്ലിയായിട്ടുണ്ട്. ബാക്കി നാളെ അടുത്ത ക്ലാസ്സിൽ പറയാം. ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين. عائشة ألك 100 രൂപ. എല്ലാ ഖൈറും എല്ലാ റഹ്മത്തും ആ സഹോദരിക്ക് തുറന്നു കൊടുക്കണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കണമേ റബ്ബേ. വീട് വിറ്റു പോകാൻ ദുആ ചെയ്യാൻ വേണ്ടി ഒരാള് തൊടുപുഴയിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിന് പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. പ്രയാസം 195 രൂപ. തൊടുപുഴ ഹംസ തൊടുപുഴ 251 രൂപ. എല്ലാ പ്രയാസങ്ങളും നീക്കി ഖൈറും റഹ്മത്തും തുറന്നു കൊടുക്കണമേ റബ്ബേ. എല്ലാ ഖൈറിന്റെ വാതിലും തുറന്നു കൊടുക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله.